നമസ്കാരം സുഹൃത്തുക്കളെ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ സോളിഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഭയങ്കര പാടുള്ള ഒരു ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ സോളിഡ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ സോളിഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കുറേ ഫോർമുലകളുണ്ട്. അത് നമ്മൾ ലാറ്ററൽ എഡ്ജ്, സ്ലാൻഡഡ് ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കേണ്ടതുള്ളതുകൊണ്ട് കുറേ കുട്ടികൾക്കൊക്കെ ഇത് പാടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് മാർക്ക് ഈ പാഠത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സത്യമാണ്. എന്ന് വെച്ചാൽ ഈ പാഠത്തിൽ ഫോർമുലകൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. ഇങ്ങനെ റീകാസ്റ്റ് ചെയ്യുക, റേഷ്യോ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ഫോർമുലകളും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് തന്നെ ഈ പാഠത്തിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ സോൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ആകെയുള്ളത് 5 3D ഷേപ്പുകളാണ്. ഒന്നാമത്തേത് സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡിന്റെ ഏരിയയും വോളിയവും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്, അത് പഠിക്കണം. അതുപോലെ അതിൻ്റെ അകത്ത് വരുന്ന ലാറ്ററൽ എഡ്ജ്, സ്ലാൻഡഡ് ഹൈറ്റ്, ആ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്, നമ്മുടെ ബേസ് സൈഡ്, ഓരോ സ്ക്വയറിന്റെ 4 സൈഡുകളും ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് പൈതഗോറസ് തിയറം വഴി അത് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് കോണിന്റെ ഏരിയയും വോളിയം കാണേണ്ട ഫോർമുല പഠിക്കുക, സ്ലാൻഡ് ഹൈറ്റ് കാണാൻ പഠിക്കുക, അതെല്ലാം പൈതഗോറസ് തിയറത്തിൽ വരുന്നതാണ്. പിന്നെ സ്ഫിയർ, ഹെമിസ്ഫിയർ, പിന്നെ ഉള്ളത് സിലിണ്ടർ. അപ്പോൾ 5 3D ഷേപ്പുകൾ മാത്രമേ ഈ പാഠത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ 5 3D ഷേപ്പിന്റെ ഫോർമുല നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് ഈ പാഠത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ 5 എണ്ണത്തിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോണാണ്. കോണിൽ നിന്ന് പല പ്രാവശ്യവും വളരെയധികം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ഫോർമുല എല്ലാം ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഫോർമുല പഠിച്ചേ പറ്റത്തുള്ളൂ. ഫോർമുല പഠിക്കുക. നമുക്ക് ഈ ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree and radius 12 centimeter is bent into form a cone. Find the slant height, radius and surface area of the cone. എന്ന് പറയുമ്പോൾ നമ്മളിൽ എന്തുണ്ട്? ഒരു സർക്കിളാണ്. ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളിൽ ആദ്യം എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, നമ്മളിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ കുറച്ച് താഴോട്ട് വരയ്ക്കാം. ആദ്യം നമ്മളിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. അതിനൊരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. ഓക്കെ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 120 ഡിഗ്രി എന്ന് എടുക്കാം. 120 ഡിഗ്രി, 120 ഡിഗ്രിയാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വെച്ച് എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. ഇത്രയും ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇത്രയും ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത്രയും ഭാഗം അതിനെ നമ്മൾ മടക്കി ഒരു കോണാക്കി. അപ്പോൾ ഇതിനെ നമ്മൾ മടക്കി എന്താക്കി? ഒരു കോണാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. സെൻട്രൽ ആംഗിൾ നമ്മൾ ഏത് അക്ഷരം വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ഡിഗ്രി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൽ നമ്മൾ എടുത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി, 2 സർക്കിളിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ. അപ്പോൾ ഇത് മടക്കി നമ്മൾ എന്താക്കി? കോണാക്കി. ഇപ്പോൾ കോണിൽ എന്തൊക്കെ ആൾക്കാരാണ് ഉള്ളത്? കോണിന്റെ ബേസ് സർക്കിൾ അല്ലേ? സർക്കിൾ ഇത് വേറെ സർക്കിളാണ്. ബേസിന്റെ പറയുന്ന വേറെ സർക്കിളാണ്. ഓക്കെ, അപ്പൊ അവിടെ റേഡിയസ് ഉണ്ട്. നമ്മൾ അതെടുക്കുന്നത് സ്മാൾ ലെറ്റർ R ആണ്. അപ്പൊ അത് ക്വസ്റ്റ്യന് തന്നിട്ടില്ല, എന്തായാലും അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് വളഞ്ഞിരിക്കുന്ന ഭാഗം, ആ സ്ലാൻഡഡ് ഹൈറ്റ് എന്ന് പറയുന്നു. സ്ലാൻഡഡ് ഹൈറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? L ആണ്. സ്ലാൻഡഡ് ഹൈറ്റ് എന്ത് ചെയ്യണം? സ്ലാൻഡഡ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്ലാൻഡഡ് ഹൈറ്റ് ആണ്. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്ലാൻഡഡ് ഹൈറ്റ്, രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. മൂന്നാമത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ ഓഫ് ദ കോൺ. നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഇത്രയും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ ഉത്തരം? ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലാൻഡഡ് ഹൈറ്റ് കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്. സർക്കിളിന്റെ റേഡിയസ് ആണ് ഇവിടത്തെ സ്ലാൻഡഡ് ഹൈറ്റ്. കാരണം എന്താ? സർക്കിളിന്റെ ഈ ഭാഗം നമ്മൾ മടക്കുകയല്ലേ? മടക്കുമ്പോൾ അത് കോണിന്റെ സ്ലാൻഡഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സ്ലാൻഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. എന്താണ് ഉത്തരം? 12 സെന്റിമീറ്റർ തന്നെയാണ്
അവിടുത്തെ സ്ലാൻഡഡ് ഹൈറ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിത് കുറച്ച് സ്റ്റെപ്പ് വെച്ച് എന്ത് ചെയ്യുക, എഴുതുക. റേഡിയസ് ഈക്വൽ ടു എൽ ആണ്, ആർ ഈക്വൽ ടു എൽ എന്ന് എഴുതുക. താഴെ എൽ ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. അത് രണ്ടാമത് കാണേണ്ടത് റേഡിയസ് ആണ്. ഓക്കെ, ആരുടെ റേഡിയസ്? കോണിന്റെ റേഡിയസ് ആണ് നമ്മൾ രണ്ടാമത് കാണേണ്ടത്. അപ്പോൾ കോണിന്റെ റേഡിയസ് കാണണമെങ്കിൽ നമ്മൾ ഈ പാഠത്തിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, ഒരു റിലേഷൻ പഠിക്കുന്നുണ്ട്. ആ റിലേഷൻ ഞാൻ എഴുതാം. എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഈക്വൽ ടു നമ്മളെ കോണിന്റെ റേഡിയസ് ആർ ബൈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ കാര്യം നമ്മൾ പഠിച്ചു വച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ആദ്യം സർക്കിൾ വെച്ചിട്ട് എന്ത് പറയുന്നുണ്ട്, സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ബൈ 360 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഇവിടെ കോണിന്റെയൊക്കെ വരികയാണ്. കോണിന്റെ റേഡിയസും സ്ലാൻഡഡ് ഹൈറ്റും ഡിവൈഡ് ചെയ്ത് എന്താണെന്ന് പറയുന്നുണ്ട്, ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി ഈക്വൽ ടു ആർ ബൈ എൽ എന്ന ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇവിടുത്തെ എക്സ് ഡിഗ്രി എത്രയാണ്, 120 ഡിഗ്രി അല്ലേ? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്, ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി അല്ലേ? 120 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഈക്വൽ ടു ആറല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 6. ഇവിടെ എൽ എത്രയെന്ന് കിട്ടി, എല്ലിന് പകരം 12 എഴുതുക. ഓക്കെ, എല്ലിന് പകരം 12 എഴുതുക. അടുത്ത് എന്ത് ചെയ്യുക, 120 ഡിവൈഡ് ബൈ 360 എത്ര 120 ചേരുമ്പോഴാണ് 360 ആവുന്നത്, 120 പ്ലസ് 120 പ്ലസ് 120 3 120 ചേരുമ്പോഴാണ് 360 ആവുന്നത്. അപ്പൊ നമ്മൾ വെട്ടി ചെയ്താൽ എത്രയെന്ന് കിട്ടും, 1/3 അല്ലേ? 1/3 ഈക്വൽ ടു ആർ ബൈ എത്രയാണ്, 12 ആണ്. നമുക്ക് റേഡിയസ് കാണണം. അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 12നെ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ബൈ 12 ഇവിടെ വരുമ്പോൾ 1 × 12 12 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 6. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, 4 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എത്രയാണ്, 4 ആണ്. സ്ലാൻഡഡ് ഹൈറ്റ് 12 ആണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് ചെയ്യും, നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം കിട്ടി, രണ്ടാമത്തെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് ആരുടെ ടോട്ടൽ സർഫസ് ഏരിയ, കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ഫോർമുല എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എത്ര, എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ഫോർമുല, നമ്മുടെ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ഫോർമുല πr² പ്ലസ് πrl. πr² എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ ഏരിയയാണ്. കർവ്ഡ് സർഫസ്, കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണേണ്ട ഫോർമുല, ഈ കർവ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ മാത്രം ഏരിയ എത്രയാണ്, πrl. കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ ഇല്ലേ, കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ എത്രയാണ്, എന്താണ് സർക്കിളിന്റെ ബേസ് ഏരിയ എത്രയാണ്, സർക്കിളിന്റെ ബേസ് ഏരിയ πr² പ്ലസ് πr². അപ്പോൾ നമുക്ക് π ഇൻറ്റു 6 എത്ര, 4 അല്ലേ 6, നമുക്ക് കിട്ടിയത് 6 എന്ന് പറയുന്നത് 4 ആണ്. സ്ലാൻഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. പ്ലസ് π ഇൻറ്റു r². ഇവിടുത്തെ 6 എന്ന് പറയുന്നത് ആരാ, 6 എന്ന് പറയുന്നത് 4 ആണ്. 4ന്റെ സ്ക്വയർ 4². π ഇൻറ്റു 4 × 12 48. അപ്പോൾ 48 π പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാണ്, 4ന്റെ സ്ക്വയർ 16 16 π. 48 പ്ലസ് 16 എത്രയാണ്, 64 π. ഓക്കെ, 64 π സെന്റിമീറ്റർ. ടോട്ടൽ സർഫസ് ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇവിടെ താണ്ടെ 64 π എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് പൈ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യാം. 3.14 ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും പൈയുടെ വാല്യൂ തന്നിരിക്കും 3.14 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യുക, എല്ലാവരും ചെയ്യുക. ഓക്കെ, പൈയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. നമുക്ക് പൈയുടെ ഫോർമുല അറിയാലോ, അല്ല പൈയുടെ വാല്യൂ അറിയാലോ, 3.14 ആണ്. അപ്പോൾ 3.14 കൊണ്ട് എന്ത് ചെയ്യുക, 64നെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ. സോളിഡ് മെറ്റൽ സ്ഫിയർ, ഒരു സ്ഫിയറിന്റെ റേഡിയസ് എന്നിട്ടുണ്ട്. സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബോൾ ഷേപ്പാണ് സ്ഫിയർ. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. ആ സ്ഫിയറിന്റെ എന്ത് കാണുക, വോളിയം നമുക്ക് കാണാണ്ട്. അടുത്തെന്താണ്, ദ സ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻടു എ സോളിഡ് കോൺ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. ആ സ്ഫിയറിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഉരുക്കി വേറൊരു കോൺ ഉണ്ടാക്കി. കോണ് ഉണ്ടാക്കിയപ്പോൾ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്.
ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. ആ കോണിന്റെ ഹൈറ്റ് നമുക്ക് എന്തുണ്ട് കാണേണ്ടതുണ്ട്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നും കൂടെ പറയാം. ഒരു സ്ഫിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്ഫിയർ റൗണ്ട് ഷേപ്പ് ആണ് അല്ലേ? ആ റൗണ്ട് ഷേപ്പിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഒരു സ്ഫിയറിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. ആ സ്ഫിയറിന്റെ എന്ത് കാണുക? വോളിയം കാണുക. അപ്പോൾ സ്ഫിയർ എന്നിട്ട് ഹെഡിങ് കൊടുത്തതിന് ശേഷം റേഡിയസ് തന്നിട്ടുണ്ടല്ലോ, 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ വോളിയം കാണേണ്ട ഫോർമുല എന്താണ്? 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ആറിന്റെ ക്യൂബ്. ഓക്കെ, ആറിന്റെ ക്യൂബ്. അപ്പോൾ ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വോളിയം കാണേണ്ട ഫോർമുല 4/3 പൈ ആർ ക്യൂബ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെയ്യാം. 2 കിട്ടി. 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു 6 48. 48 ഇൻറ്റു 6 എത്രയാണ്? 48 ഇൻറ്റു 6. 6 ഇൻറ്റു 8 48 തന്നെയാണ്. 6 ഇൻറ്റു 4 24. 288 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 288 പൈ സെന്റിമീറ്റർ ക്യൂബാണ് ഇവിടുത്തെ വോളിയം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വോളിയം കാണാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഫോർമുല കൊടുക്കുക. 4/3 പൈ ആർ ക്യൂബാണ് ഫോർമുല. അത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആറിൻ്റെ അവിടെ 6 ഇട്ട് കൊടുത്തു. ആർ ക്യൂബ് എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്തു? വെട്ടി ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ഉത്തരം 288 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇതാണ് വോളിയം നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടാമത് എന്താണ് കണ്ടുപിടിച്ചേണ്ടത്? നമ്മൾ സ്ഫിയറിനെ എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ആക്കി കോണാക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഫിയറിനെ എന്താക്കി മാറ്റി? കോണാക്കി മാറ്റി. സ്ഫിയറിനെ കോണാക്കി മാറ്റി. അപ്പോൾ ആ കോണിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ് ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോണിന്റെ റേഡിയസ് 6 ആണ്. നമ്മൾ സ്ഫിയറിനെ ഉരുക്കി കോണാക്കുമ്പോൾ മാറാത്തത് എന്താണ്? അവിടെ മാറാത്തത് വോളിയം അല്ലേ? നമ്മൾ വോളിയം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അപ്പോൾ വോളിയം മാറുന്നില്ല. അപ്പോൾ സ്ഫിയറിന്റെ വോളിയവും കോണിന്റെ വോളിയം ഇവിടെ എന്താണ്? ഈക്വൽ ആണ്. വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. രണ്ടും എന്താണ് ഇവിടെ? ഈക്വലാണ്. നമ്മുടെ സ്ഫിയറിന്റെ വോളിയം കിട്ടി 288 പൈ ആണല്ലേ? 288 പൈ. വോളിയം ഓഫ് കോണിന്റെ വോളിയം കാണേണ്ട ഫോർമുല എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം കാണേണ്ട ഫോർമുല. ഓക്കെ, വോളിയം കാണേണ്ട ഫോർമുല അതാണ് ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ പൈയും നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? 288 ഈക്വൽ ടു 1/3 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? ആറിന്റെ സ്ക്വയർ. ഓക്കെ, ആറിന്റെ സ്ക്വയർ ഇൻറ്റു ഹെച്ച്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ആരെയാണ്? ഹെച്ച് അല്ലേ നമുക്ക് കാണേണ്ടത്? കോണിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ കോണിന്റെ ഹൈറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹെച്ചിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യുക? ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഡിവൈഡ് ബൈ 3 ഇപ്പുറത്തോട്ട് വന്നാൽ ഇൻറ്റു 3 288 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ താഴോട്ട് വന്നാൽ ആർ സ്ക്വയർ ആയിട്ട് താഴോട്ട് തന്നെ വരും. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ഞാൻ എഴുതി. വെട്ടിച്ചാൻ എളുപ്പത്തിലാണ് അങ്ങനെ എഴുതിയത്. ഈക്വൽ ടു ഹെച്ച്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. കോണിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വെട്ടാം. 3ഉം 6 വെട്ടി 2ആയി. 288 2 വെട്ടുമ്പോൾ 144 ആയി. 144 6 നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 144 ഡിവൈഡഡ് ബൈ 6. 2 ഇൻറ്റു 6 12. 2 താഴെ 24 4. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഹൈറ്റ് എത്രയാണ്? ഇവിടുത്തെ 24. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ അല്ലേ? ഹൈറ്റ് ആണ് 24 സെന്റിമീറ്റർ ആണ് ഈ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പമല്ലേ ഇത്? നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? സ്ഫിയറിന്റെ റേഡിയസ് ഉണ്ടായിരുന്നു, വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു, വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. രണ്ടാമത് സ്ഫിയർ ഉരുക്കി കോണാക്കി, കോണിന്റെ റേഡിയസ് ഉണ്ടായിരുന്നു, പിന്നെ അത് സ്ഫിയർ ആണ് ഉരുക്കി കോണാക്കിയോണ്ട് നമ്മൾ അവിടെ ഒരു ക്ലൂ ഉണ്ട്. സ്ഫിയറിന്റെ അതേ വോളിയം തന്നെയാണ് ആർക്ക് വരുന്നത്? കോണിനും വരുന്നത്. നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? കോണിന്റെ റേഡിയസ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ.
സ്ഫിയറിന് എന്ത് ചെയ്യുക, സർഫസ് ഏരിയ കാണുക. അത് എളുപ്പമല്ലേ? സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാൻ എന്ത് ചെയ്യുക, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ഫോർമുല എന്താണ്, 4πr². 4 × πr². ഇവിടുത്തെ റേഡിയസ് 6 ആണല്ലേ, 4 × π × r². r² എന്ന് പറയുമ്പോൾ 36. ഇപ്പൊ 36, 4 × π × r² എന്ന് പറയുന്നത് എന്താണ്, 36. ഇനി 36 × 4 എത്രയാണ്, 36 × 4 144 ആണ്. ഓക്കെ, 144 π സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്തിടുക, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഇടുക. ഈ യൂണിറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത്. അവിടെ യൂണിറ്റ് ഇടാതിരിക്കുമ്പോൾ നമ്മുടെ അര മാർക്കാണ് പോകുന്നത്. ഏരിയ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ, വോളിയം ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. ഹൈറ്റോ പെരിമീറ്ററോ ലെന്തോ ബാക്കി എന്ത് വന്നാലും എന്ത് ചെയ്യുക, സെന്റിമീറ്റർ മീറ്റർ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഏരിയ വരുമ്പോൾ എന്തിടുക, സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ഇടുക. വോളിയം വരുമ്പോൾ നമ്മൾ എന്ത് ഇടണം, സെന്റിമീറ്റർ ക്യൂബ് ഇടണം. ഹൈറ്റോ ലെന്തോ ബ്രെഡ്ത്തോ എന്തെങ്കിലും വരുമ്പോൾ സെന്റിമീറ്റർ ഇടണം. ഓക്കെ, മറക്കരുത്. നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിലോട്ട് പോവാം. ദ ടോട്ടൽ ലെന്ത് ഓഫ് എ സോളിഡ് ഈസ് 24 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഒരു സോളിഡ് തന്നിട്ടുണ്ട്. സോളിഡ് എന്ന് പറയുമ്പോൾ ഒരു 3D ഷേപ്പാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, മൊത്തമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. ദ കോമൺ ഡയമീറ്റർ ഇവിടെ സിലിണ്ടർ സർക്കിൾ ആണ്, ഹെമിസ്ഫിയറിൻ്റെ ഭാഗം സർക്കിൾ ആണ്, കോണിന്റെ ബേസ് എന്താണ്, സർക്കിൾ ആണ്. ഇവിടെ സർക്കിളിന്റെ ബേസ് സർക്കിൾ ആണ്. ഇപ്പൊ ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള ഡയമീറ്റർ എത്രയാണ് ഇവിടെ, 6 സെന്റിമീറ്റർ. ഇവിടെ മുതൽ ഇവിടം വരെ 6 സെന്റിമീറ്റർ. താഴെ മുതൽ എന്ത് തന്നെയാണ്, മൊത്തം ഡയമീറ്റർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് കാണേണ്ടത് വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ദ ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ പാർട്ട്. ആ കോണിക്കൽ പാർട്ട്, കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ കോണിന്റെ ഹൈറ്റ് എത്ര, കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണ് കോണിന്റെ ഹൈറ്റ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സിലിണ്ടറിന്റെ മാത്രം എന്ത് ചെയ്യുക, ഹൈറ്റ് കണ്ടുപിടിക്കുക. ഇപ്പൊ ടോട്ടൽ ഹൈറ്റ് അറിയാം, എത്രയാണ്, 24 സെന്റിമീറ്റർ ആണ്. കോണിന്റെ ഹൈറ്റ് എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് സിലിണ്ടറിൻ്റെത് കണ്ടുപിടിക്കണം. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരുടെ ഹൈറ്റും കൂടെ അറിയണം, ഹെമിസ്ഫിയറിന്റെ ഹൈറ്റും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് കോണിന്റെ ഹൈറ്റും ഹെമിസ്ഫിയറിന്റെ ഹൈറ്റും തമ്മിൽ കുറച്ചാൽ പോരെ, നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടൂലേ. വെറും ഇതൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, ഇവിടെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്ര, 6 സെന്റിമീറ്റർ. എങ്കിൽ ഹെമിസ്ഫിയറിന്റെ താഴെ വരുന്ന ഇത്രയും ഭാഗം എന്തായിരിക്കും, റേഡിയസ് അല്ലേ. ഹെമിസ്ഫിയർ സർക്കിളിന്റെ പകുതി ആയതുകൊണ്ട് ഇത് മുതൽ ഇതുവരെ എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും. ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എത്രയാണ്, റേഡിയസ് എത്രയാണ്, 6ന്റെ പകുതി 3 അല്ലേ. 6ന്റെ പകുതി 3 സെന്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, ഹെമിസ്ഫിയറിന്റെ 3 തന്നെ. റേഡിയസ് അല്ലേ അതിന്റെ ഹൈറ്റ്, 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 4, ഇവിടെ 3. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് എത്ര, 24 ന്ന് എത്ര കുറയ്ക്കുക, 4ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. 4 + 3 7, 4 + 3 7, 4 + 3 കൂട്ടുക. 24 ന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും, 17 സെന്റിമീറ്റർ. 17 സെന്റിമീറ്റർ ആണ് ആരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ. സിലിണ്ടറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, 17 സെന്റിമീറ്റർ. അടുത്ത് നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്. ഈ ടോട്ടൽ സോളിഡിന്റെ വോളിയം കണ്ടുപിടിക്കുക. നമ്മൾ ഈ ടോട്ടൽ സോളിഡിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോർമുല നമുക്ക് അറിയാമോ, ഇല്ല. പക്ഷേ നമുക്ക് കോണിൻ്റെത് അറിയാം, 1/3 πr²h. സിലിണ്ടറിൻ്റെത് അറിയാം, πr²h. ഹെമിസ്ഫിയറിൻ്റെത് അറിയാം, 2/3 πr³ വോളിയം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോണിൻ്റെത് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് കോൺ കാണേണ്ട ഫോർമുല 1/3 πr²h. നമുക്ക് കോണിന്റെ വോളിയം ഓഫ് കോണിലെ റേഡിയസ് എത്രയാണ്, കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് 3 ആണ്. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. 1/3 πr
സ്ക്വയർ, ആർ സ്ക്വയർ. ആർ എത്രയാണ്? റേഡിയസ് എത്രയാണ്? 3 ആണ്. 3ന്റെ സ്ക്വയർ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ഇൻറ്റു 4. താഴെ ഒരു 3 ഉണ്ട്. 3ന്റെ സ്ക്വയറിൽ 2 3 ഇല്ലേ? അല്ല, ഒരു 3 എന്ത് ചെയ്തു? വെട്ടിക്കളയുക. അപ്പോ 3 ഇൻറ്റു 4 എത്ര? ബാക്കി വരുന്നത് 3 4. 3 ഇൻറ്റു 4 12 ആണ്. 12 ഇൻറ്റു പൈ. 12 പൈ സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബ് ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് ഇട്ടാൽ മതി. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബ് ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്നിടുക. അടുത്ത ആരാ കാണുക? നമുക്ക് സിലിണ്ടറിനെ കാണാം. വോളിയം ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഹെച്ച് ആണ്. പൈ ആർ സ്ക്വയർ എന്താണ്? ഹെച്ച് ആണ്. പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് എത്രയാണ് ഇവിടത്തെ? അല്ല, ഹൈറ്റ് അല്ല, റേഡിയസ് എത്രയാണ് ഇവിടത്തെ? 3 തന്നെയാണ്. ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് 3 ആയിരിക്കും. 3ന്റെ സ്ക്വയർ ഇൻറ്റു 17. 3ന്റെ സ്ക്വയർ എത്ര? പൈ ഇൻറ്റു 3ന്റെ സ്ക്വയർ 9. 9 ഇൻറ്റു 17. അപ്പോൾ ഇവിടെ ഹൈറ്റ് 17ഉം റേഡിയസ് 3 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? 3 കൊടുത്തു 9 കിട്ടി. ഇനി 17നെ എന്ത് ചെയ്യുക? 9 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് 153 ആണ്. ഓക്കെ, 153 ആണ്. അപ്പോൾ 153 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇവിടത്തെ ഉത്തരം. ഓക്കെ, 153 പൈ സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം കിട്ടി. ഇനി ആരതും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഹെമിസ്ഫിയറിന്റെ വോളിയം കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ കാണേണ്ട ഫോർമുല 2/3 പൈ ആർ ക്യൂബ്. 2/3 പൈ ആർ ക്യൂബ് ആണ്. 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 3 ആണ്. അപ്പോൾ ആറിന് പകരം 3 ക്യൂബ് എന്ന് കൊടുക്കുക. അല്ലേ, സോറി, ആറിന് പകരം 3 ക്യൂബ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2/3 ഇൻറ്റു പൈ ഇൻറ്റു 3ന്റെ ക്യൂബ്. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 3 27 ആണ്. ഇനി 27 3 തമ്മിൽ വെട്ടിയാൽ എത്ര കിട്ടും? 27 3 തമ്മിൽ വെട്ടിയാൽ 9 എന്ന് കിട്ടി. 9 ഇൻറ്റു 2 എത്ര? 18 പൈ. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെട്ടി ചെയ്താലും മതി. വെട്ടി ചെയ്യുന്നതാണ് എളുപ്പം. ക്യൂബ്. അപ്പോൾ 18 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. നമുക്ക് വോളിയത്തിന്റെ കോണിന്റെ വോളിയം കിട്ടി, സിലിണ്ടറിന്റെ വോളിയം കിട്ടി, ഹെമിസ്ഫിയറിന്റെ വോളിയം കിട്ടി. ഇനി ഇത് 3ഉം കൂടെ കൂട്ടിയാൽ ടോട്ടൽ വോളിയം ഈക്വൽ ടു 3ഉം കൂടെ കൂട്ടുക 12 പൈ. വോളിയം ഓഫ് കോൺ എന്ന് എഴുതണം കേട്ടോ, നിങ്ങൾ സ്റ്റെപ്പ് എഴുതണേ. വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. സ്റ്റെപ്പ് പരമാവധി എന്ത് ചെയ്യുക? എഴുതുക. ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലതുപോലെ എന്ത് ചെയ്യുക? കൂളായിട്ടിരുന്ന് വേണം പരീക്ഷ എഴുതാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് പതിയെ വായിക്കണം. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. അത് ഒരിക്കലും മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ തിരുത്തുന്ന ടീച്ചറിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ആൻസർ ഉണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടുക. സ്റ്റെപ്പുകൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ എഴുതുക. ഇല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അതുപോലെ നല്ല സ്റ്റെപ്പായിട്ട് നല്ലപോലെ വായിച്ച് എല്ലാ ഫോർമുല എഴുതുക. പടം വരയ്ക്കുന്നുണ്ടെങ്കിൽ പടം വരയ്ക്കുക. സ്റ്റെപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ വേണം. ലാസ്റ്റ് ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് നല്ല ചെക്കും ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഉത്തരം കിട്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റും കൂടെ ആയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ത് ചെയ്യുള്ളൂ? പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുക, സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് എഴുതുക. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ടെൻഷൻ അടിക്കാതെ ചെയ്യുക. ഓക്കെ, ടെൻഷൻ അടിക്കാതെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 3ന്റെയും വോളിയം എല്ലാം കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. 12 പൈ പ്ലസ് 153 പൈ പ്ലസ് പിന്നെന്ത് ചെയ്യുക? 18 അല്ലേ? 18 പൈ 3ഉം കൂടെ കൂട്ടുക. 12 പ്ലസ് 18 എത്രയാണ്? 12 പ്ലസ് 18 30. 30 പ്ലസ് 153 183 പൈ സെന്റിമീറ്റർ ക്യൂബാണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി. ഇനിയുണ്ട് നമുക്ക് ഈ പാഠത്തിൽ റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ? റേഷ്യോ കണ്ടുപിടിക്കണം. സ്ക്വയർ പിരമിഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്ക്വയർ പിരമിഡിന്റെ നമ്മൾ സ്ക്വയർ പിരമിഡ് എടുക്കുകയാണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ മുതൽ താഴെ വരെയുള്ള ദൂരം. പിന്നെ ഇത് ബേസ് ആണ്. ഓക്കെ, പിന്നെ ഇത് ബേസ് ആണ്. ഈ ചരിഞ്ഞിരിക്കുന്ന ഭാഗം സ്ലാൻഡഡ് ഹൈറ്റ് ആണ്, എൽ ആണ്. പിന്നെ ഈ എഡ്ജ് ഇ ആണ്.
ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇ. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അകത്ത് വരുന്നത് അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, എഡ്ജ് തമ്മിൽ നോക്കിയാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇപ്പൊ നമുക്ക് ഇവിടത്തെ സ്ലാൻഡഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം, എൽ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടത്തെ ഇത് മുതൽ ഇതുവരെയുള്ളതായിരിക്കും തന്നിരിക്കുന്നത്, എ എന്ന് പറഞ്ഞായിരിക്കും തന്നിരിക്കുന്നത്. ഇപ്പൊ A/2 പകുതി എടുക്കുക അല്ലേ, A/2. അപ്പോൾ പൈതഗോറസ് തിയറം വേണം ഉപയോഗിക്കാൻ. ഇവിടുത്തെ ലെന്ത് നമുക്ക് A/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ A/2 സ്ക്വയർ പ്ലസ് അതിന്റെ ഹൈറ്റ് സ്ക്വയർ h². പൈതഗോറസ് തിയറം എല്ലായിടത്തും അതാണ് വരുന്നത്. ലാറ്ററൽ എഡ്ജ് എടുത്താൽ അവിടെയാണ് പൈതഗോറസ് തിയറമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോർമുലകളുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പൈതഗോറസ് തിയറമാണ് അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. സിലിണ്ടർ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടാണ്. സിലിണ്ടറിന്റെ അകത്ത് ഒരു കോൺ ഇരിക്കുകയാണെങ്കിൽ കോണിന്റെ വോളിയത്തിന്റെ 3 ഇരട്ടിയാണ് സിലിണ്ടറിന്റെ വോളിയം. ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചാലായി, 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാം. കോണിന്റെ വോളിയം 3 സെന്റിമീറ്റർ ക്യൂബാണ്. കോണിന്റെ വോളിയം 3 സെന്റിമീറ്റർ ക്യൂബാണ് എങ്കിൽ സിലിണ്ടറിന്റെ വോളിയം എത്ര? ഒന്നുമില്ല, ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അല്ലെങ്കിൽ കോണിന്റെ വോളിയം 5 സെന്റിമീറ്റർ ക്യൂബാണ്, സിലിണ്ടറിന്റെ വോളിയം എത്ര? 5നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 5 × 3 15. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം എന്തായിരിക്കും? 15 ആയിരിക്കും. നമ്മുടെ ഫോർമുല നോക്കി അറിയാം, കണ്ട സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 മാത്രമാണ് കോണിന്റെ വോളിയം, πr²h. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 എന്ന് വെച്ചാൽ കോണിന്റെ വോളിയത്തിന്റെ 3 ഇരട്ടിയാണ് സിലിണ്ടറിന്റെ വോളിയം. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ ചോദിക്കും, കാരണം പണ്ടേ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 2 മാർക്കിനായിട്ട് ചോദിച്ചാലായി. അപ്പൊ ഇത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. വർക്ക്ഷീറ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പരമാവധി എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉള്ളത് ഗ്രൂപ്പിലോട്ട് ചോദിക്കുക. അപ്പോൾ പരീക്ഷ നല്ലതുപോലെ എഴുതുക, ടെൻഷൻ അടിക്കാതെ എൻജോയ് ചെയ്ത് എഴുതുക. നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ടെൻഷനാണ് നിങ്ങളെ പേടിപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലതുപോലെ വായിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക്സിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും ചെറുതുമായൊരു പാഠമാണ്. ഇവിടെ നിന്നും നമ്മുടെ സ്റ്റാറ്റിക്സ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ നമുക്ക് 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യത. ഓക്കെ, ആകെ 3 ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ 3 ടൈപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് മാറിയും തിരിഞ്ഞും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 ടൈപ്പിൽ നിന്നും ചോദ്യങ്ങൾ മാറി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിനെ കുറിച്ച് ആ 3 ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ചോദ്യം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാറ്റിക്സ് തുടങ്ങാം. ഓക്കെ, എടാ, സ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ടൈപ്പ് ആണ് പറയാൻ പോകുന്നത്. ടൈപ്പ് 1 ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് 1. ഒന്നാമത്തെ ടൈപ്പിൽ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു ഡാറ്റ, കുറച്ച് നമ്പേഴ്സ്, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരിക്കും. ഈ നമ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് മീൻ കണ്ടുപിടിക്കാനും ചോദിക്കാം, മീഡിയൻ കണ്ടുപിടിക്കാനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 മാത്രമാണ് ഈ മീനും മീഡിയനും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ മീഡിയൻ മാത്രമേ കണ്ടുപിടിക്കാൻ ചോദിക്കുള്ളൂ. ഈ മീൻ എന്നൊരു പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, ടൈപ്പ് 1 നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആക്കി തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ മെത്തേഡ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് സ്കോർസ്. ഈ താഴെ തന്നിരിക്കുന്ന കുറച്ച് മാർക്കുകളാണ്. ഓക്കെ, ഈ മാർക്കുകളുടെ എന്ത് കണ്ടുപിടിക്കുക, മീനും മീഡിയനും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട മീനാണ്. ഓക്കെ, മീനാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മുടെ ആവറേജിന്റെ സെയിം ഫോർമുല തന്നെയാണ്. എന്താണ്, സം ബൈ നമ്പർ. ഓക്കെ, സം ബൈ നമ്പർ. അതായത് തന്നിരിക്കുന്ന ഡാറ്റ ഏതൊക്കെയാണോ അത്രയും നമ്പേഴ്സ് ആ ഡാറ്റ എന്ത് ചെയ്യുക, തമ്മിലെല്ലാം ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ആ നമ്പേഴ്സിന്റെ സം എന്ന് പറയും. ഇനി എത്ര നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് ആ നമ്പറിന് എന്തായിട്ട് എഴുതുക, ഇവിടെ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം സമ്മ് നോക്കാം. എന്താണ്, 25 + 15 + 10 + 30 + 20 + 22 + എത്രയാണ്, 18 ഡിവൈഡ് ബൈ ഇവിടെ ഇനി എത്ര നമ്പേഴ്സ് ഉണ്ടോ നോക്കാം. എത്രയാണ്, 1 2 3 4 5 6 7
മൊത്തം 7 നമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം, ഒന്ന് കൂട്ടി നോക്കാം. 25ഉം 15ഉം കൂടെ കൂട്ടുന്നു, എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, 40. 40ഉം 10ഉം 50 ആണ്. 50 30ഉം 80. 80 20 എത്രയാണ്? 100. 100ഉം 22 122. 122ഉം 18 എത്രയാണ്? 140. ഓക്കെ, ഈ 140നെ 7 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 7 ഒരു തവണ, 14ലോ 2 തവണ, അപ്പോൾ 0. അതുപോലെ എഴുതുമ്പോൾ എത്ര കിട്ടും നമുക്ക്? മീനിന്റെ വാല്യൂ 20 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഏതൊരു ചോദ്യം ചോദിച്ചാലും മീൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക എന്താണ്? തന്നിരിക്കുന്ന നമ്പർ എല്ലാം അതുപോലെ എന്ത് ചെയ്യുക? എഴുതി ആഡ് ചെയ്യുക, അതിന്റെ സം എടുക്കുക, ഡിവൈഡ് ബൈ നമുക്ക് എത്ര നമ്പർ ആണോ ഉള്ളത് ആ എണ്ണം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, മീൻ കണ്ടുപിടിക്കാൻ റയർ ആയിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ മീൻ കണ്ടുപിടിക്കാൻ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്ത് ചോദിക്കാൻ സാധ്യത മീഡിയൻ. ഓക്കെ, നമുക്ക് അടുത്ത് ഷുവറായിട്ട് ചോദിക്കുന്ന ഏതായിരിക്കും? മീഡിയൻ ആയിരിക്കും. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും തന്നിരിക്കുന്ന ഡാറ്റ ഒന്നുകിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അസെൻഡിങ് ഡിസെൻഡിങ് വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അല്ലെങ്കിൽ എന്താണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. നമുക്കിതാ ഇവിടെ കുറച്ചധികം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ അസെൻഡിങ് ഓർഡറിൽ ആദ്യം അറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എടുക്കുമ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് തന്നിട്ടുള്ളതിൽ? 10 അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം 10 എന്ന് എഴുതുകയാണ്. ഓക്കെ, 10 ആണ് നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ. ഇനി രണ്ടാമത് 10 കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ചെറുത് ഏതാണ്? ഇവിടെ 15 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തെഴുതുന്നു 15. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ എത്രയാണ്ട? 18. ഇവിടെ 18 കിടപ്പുണ്ട്. അപ്പോൾ എന്താണ്? മൂന്നാമത്തെ നമ്പർ 18 ആണ്. ഇനി നാലാമത്തെ നമ്പർ 18 കഴിഞ്ഞാൽ അടുത്ത് എത്ര എടുക്കാം? 20 എടുക്കാം. ഓക്കെ, 20. അഞ്ചാമത്തെ നമ്പർ എത്രയാണ്? 22 ആണ്. ആറാമത് 22 കഴിഞ്ഞാൽ അടുത്ത ഏത് പറയാം? 25 പറയാം. ഇനി ലാസ്റ്റ് 30 മാത്രമേ ഉള്ളൂ. ആ 30 എന്ത് ചെയ്യാണ്? എഴുതുകയാണ്. ഓക്കെ, നമ്മൾ എടുത്ത എല്ലാ നമ്പറും ഉണ്ടോ നോക്കാം. നമ്മൾ ആകെ 7 നമ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കാം, 1 2 3 4 5 6 7 നമ്മൾ 7 നമ്പർ എഴുതിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക? കൺഫേം ചെയ്യുക. ഓക്കെ, ഇനി മീഡിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? മീഡിയൻ ഈസ് ഈക്വൽ ടു ആൾവേസ് എന്താണ്? മീഡിയൻ എപ്പോഴും മിഡിൽ വാല്യൂ ആണ്. ഓക്കെ, മിഡിൽ വാല്യൂ നമ്മൾ എഴുതിയതിന്റെ ഏറ്റവും നടുക്കുള്ള വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. എടാ നോക്കാം, ഇതാ ഇവിടെ മൊത്തം 7 നമ്പർ ഉണ്ട്. ഈ 7 നമ്പറിന്റെയും നടുക്കുള്ള വാല്യൂ എന്താണ്? മൊത്തം 7 നമ്പറിന് നടുക്കുള്ള വാല്യൂ എന്താണ്? നോക്കാം, ഇതാ ഇവിടെ 10ഉം 30നെ അങ്ങ് വെട്ടാം, 15ഉം 25ഉം വെട്ടാം, 18ഉം 22ഉം വെട്ടാം. അപ്പൊ നടുക്കുള്ള വാല്യൂ എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു 20. ഓക്കെ, മീഡിയൻ ഈസ് ഈക്വൽ ടു എന്താണ്? 20. ഓക്കെ, എടാ നമുക്കിങ്ങനെ ഈ പേപ്പറിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്പേഴ്സ് വെട്ടുന്നതിന് പകരം ജസ്റ്റ് ഒരു ഫോർമുല ആയിട്ട് പറയുകയാണ് എങ്കിൽ നമുക്കിവിടെ മൊത്തം എത്ര നമ്പർ ഉണ്ടായിരുന്നു? ആകെ നമ്പർ എത്ര എണ്ണമായിരുന്നു? 7 എണ്ണം ഇല്ലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. എടാ ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പകുതി എടുത്ത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടുന്നത് ഓഡ് നമ്പർ ആണ് എങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ നമ്പേഴ്സിന്റെ എണ്ണം, ഓക്കെ, നമ്പേഴ്സിന്റെ എണ്ണം നോക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു ഓഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓഡ് നമ്പറിനോടൊപ്പം, ആ കിട്ടുന്ന ഓഡ് നമ്പറിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? +1 ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, ഡിവൈഡ് ബൈ എന്താണ്? 2. അതായത് n+1/2. ഓക്കെ, n+ എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2. എടാ നോക്കാം, n+1 അതായത് നമുക്കിവിടെ 7 നമ്പർ ഉണ്ട്. അപ്പോൾ 7 + 1 ഡിവൈഡ് ബൈ എന്താണ്? 2. 7 1 എത്രയാണ്? 8/2. 8ന്റെ പകുതി എത്രയാണ്ടാ? 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പായിട്ടും നാലാമത്തെ പൊസിഷൻ, ഓക്കെ, 4th പൊസിഷനിലുള്ള നമ്പർ ആയിരിക്കും. 4th പൊസിഷനിലുള്ള നമ്പർ നമുക്ക് നോക്കാം. 1 2 3 4 നാലാമത്തെ നമ്പർ ആയിരുന്നില്ലേ 20? 4th പൊസിഷൻ എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 20 തന്നെ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് മനസ്സിലായോ? മീഡിയൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് തന്നിരിക്കുന്ന നമ്പർ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് സെന്ററിൽ വരുന്ന നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്, മീഡിയൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പേഴ്സ് എണ്ണം നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, കിട്ടുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ. ആകെ ഓഡ് നമ്പേഴ്സ് ആണ് എണ്ണമായിട്ടുള്ളത് എങ്കിൽ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഭാഗിക്കുന്നു. അതായത് ഇവിടെ 7 നമ്പർ ഉണ്ട്. 7 + 1 എത്രയാണ്? 8 ആണ്. 8ന്റെ പകുതി 4. അപ്പോൾ നാലാമത്തെ നമ്പർ അല്ല, 4 എന്ന് പറഞ്ഞ നമ്പർ അല്ല നമുക്ക് മീഡിയം വരുന്നത്, നാലാമത്തെ പൊസിഷനിലുള്ള നമ്പറാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നാലാമത്തെ പൊസിഷനിലുള്ള നമ്പർ ഇവിടെ എത്രയാണ്? 20 ആണ്. അപ്പോൾ 20 ആയിരിക്കും നമ്മുടെ മീഡിയം. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓടാണ് സംഭവം വന്നിരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ഈവൺ ആണ് വന്നിരുന്നെങ്കിലോ നമ്പർ, ആകെ നമ്പർ എന്തായിരുന്നു? ഈവൺ ആണ്. ആകെ വന്നിരുന്ന നമ്പർ ഒരു ഈവൺ ആണ്. അതായത് ഇവിടെ ഒരു സംഖ്യയും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സംഖ്യയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. 30 കഴിഞ്ഞ് എന്തും കൂടെ ഉണ്ട്? എടാ ഒരു 32 കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 32 കൂടെ എന്ത് ചെയ്യുക? ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ
ഇപ്പൊ മൊത്തം എത്ര നമ്പർ ആയി? 8 നമ്പർ ആയില്ലേ? ആകെ നമ്പർ എത്രയായി? 8 എണ്ണമായി. അപ്പോൾ ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ എടാ വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ 2 കൊണ്ട് അങ്ങ് ഭാഗിച്ചാൽ മതി. സോറി, 2 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, തന്നിരിക്കുന്ന നമ്പറിന് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഭാഗിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല ഇനി ഒരു നമ്പറും കൂടെ കാണും. അതായത് തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ അതിന് 2 കൊണ്ട് ഭാഗിച്ചിട്ട് അതിനോടൊപ്പം ഒരു നമ്പറും കൂടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ 4നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 4നോട് 1 കൂട്ടിയാൽ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4-ാമത്തെ 5-ാമത്തെയും പൊസിഷനിലുള്ള നമ്പർ എടുക്കുക. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക? മീഡിയൻ എടുക്കുക. അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു, ഇവിടെ 4ഉം 5ഉം അല്ലേ വന്നേ, അതായത് n/2ഉം n/2 + 1 ഈ രണ്ടുമാണ് നമ്മുടെ പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, ഈ 2 പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് ആവശ്യം. ഈ 2 പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിന് എന്തെടുക്കുക? ആവറേജ് എടുക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു, എടാ നമുക്ക് മൊത്തം 8 നമ്പർ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ മൊത്തം 8 നമ്പർ ഉണ്ട്. അത് n/2, അപ്പൊ 8/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. 4-ാമത്തെ പൊസിഷനുള്ള നമ്പർ എത്ര തന്നെയാണ്? 20 ആണ്. 20 എഴുതുന്നു. പ്ലസ് ഇനി അടുത്ത് രണ്ടാമത്തെ എന്താണ് പറയുന്നത്? n/2 + 1, അതായത് 4 + 1 എത്രയാണ്? 5. 5-ാമത്തെ പൊസിഷനുള്ള നമ്പർ എത്രയാണ്? 22. ഇത് 2 നമ്പറും കൂടെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഡിവൈഡ് ബൈ എന്താണ്? 2. അപ്പൊ 20 + 22 എത്രയാണ്ടാ? 20 + 22 എത്രയാണ്? 42. 42/2 എത്രയാണ്? 21. അപ്പോ നമുക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. കിട്ടുന്ന നമ്പേഴ്സ് ഒരു ഈവൺ ആണ് എങ്കിൽ, ഈവൺ നമ്പർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ ഈവൺ നമ്പർ ഡയറക്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ പകുതി എടുക്കുക. അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? n/2. അതിന്റെ പകുതി എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ആ പൊസിഷൻ ആ നമ്പർ മാത്രമല്ല തൊട്ടടുത്ത നമ്പറും കൂടെ എടുക്കുക. അപ്പൊ 4 ആണ് കിട്ടിയെങ്കിൽ 4ഉം 5ഉം. ഓക്കെ, 4th പൊസിഷനിൽ 5th പൊസിഷനിലുള്ള നമ്പർ എന്ത് ചെയ്യുക? തമ്മിൽ ആഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? 2 കൊണ്ട് ഭാഗിക്കുക. അതായത് അതിന്റെ ആവറേജ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി സെക്കൻഡ് ടൈപ്പിലേക്ക് പോവാം. നമ്മുടെ ചോദ്യം ഒന്ന് വായിക്കാം. മീഡിയൻ ഓഫ് 8 ഡാറ്റ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഈസ് 70. ഫൈൻഡ് x. ഓക്കെ, എടാ നമ്മുടെ 8 ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് എത്രയെന്നാണ് പറയുന്നത്? 70 എന്നാണ് പറയുന്നത്. ഓക്കെ, മീഡിയൻ ഈസ് ഈക്വൽ ടു 70. 70 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് x. ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എടാ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 കണ്ടീഷനാണ് പറഞ്ഞത്. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി 2 കേസുകൾ നമ്മൾ ചർച്ച ചെയ്തു. എന്താണ്? ഒന്ന് ഓഡ് വരുന്ന കണ്ടീഷൻ, കേസ് 1. ഓക്കെ, കേസ് 1 എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് എങ്കിൽ, നമ്മൾ എടുക്കുന്ന എണ്ണം ഓഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n+1 ഡിവൈഡ് ബൈ 2 പൊസിഷൻ ആയിരിക്കും. ഓക്കെ, 2th പൊസിഷൻ ആയിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി എടുക്കുന്ന നമ്പേഴ്സ് ആകെ എണ്ണം നോക്കുമ്പോൾ അതെന്താണ്? ഈവൺ ആണ് വരുന്നതെങ്കിൽ, അതായത് കേസ് 2 രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അവിടെ നമുക്ക് 2 നമ്പേഴ്സ് മിഡിൽ നമ്പർ ആയിട്ട് വരും. അതായത് ഡയറക്റ്റ് n/2 എടുക്കുക, ഒപ്പം n/2 + 1 എടുക്കുക. ഓക്കെ, ഇത് രണ്ടുമാണ് അവിടെ സെന്ററിൽ വരുന്ന 2 നമ്പേഴ്സ്. ഈ 2 നമ്പേഴ്സിന്റെയും ആവറേജ് കണ്ടുപിടിച്ചാൽ മതിയാവും. അതായത് ഈ 2 നമ്പേഴ്സും കൂടെ എന്ത് ചെയ്യുക? തമ്മിൽ കൂട്ടുക. ഡിവൈഡ് ബൈ എന്താണ്? 2. ഓക്കെ, ഈ 2 പൊസിഷനുള്ള നമ്പർ കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ മീഡിയൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആകെ 8 ഡാറ്റാസ് ആണുള്ളത്. അപ്പൊ എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 8 എന്നാണ്. അങ്ങനെയെങ്കിൽ എടാ ഉറപ്പായിട്ട് നമുക്ക് ഏത് കണ്ടീഷൻ എടുക്കാൻ പറ്റൂ? രണ്ടാമത്തെ കേസ്, അതായത് ഈവൺ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഈവൺ ആവുമ്പോൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? n/2. അതാണ് ഒന്നാമത്തെ പൊസിഷൻ. അപ്പൊ n/2 എന്ന് പറയുമ്പോൾ 8/2 എത്രയാണ്? 4. 4th പൊസിഷൻ എന്ന് കിട്ടും. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? n/2 + 1. n/2ന്റെ വാല്യൂ 4 ആണ്. അപ്പൊ 4 + 1 എത്രയായിരിക്കും? 5th. അപ്പൊ 4-ാമത്തെയും 5-ാമത്തെയും ടേമുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 4th + 5th ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ 17, അതായത് മീഡിയൻ. എടാ 4-ാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4. 4-ാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ x ആണ്. ഓക്കെ, അപ്പൊ x എന്ന് എഴുതുന്നു. പ്ലസ് 5-ാമത്തെ നമ്പർ 5th നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x + 2 ആയിരിക്കും. x + 2 ഡിവൈഡ് ബൈ എന്താണ്? 2 ഈസ് ഈക്വൽ ടു 70. എടാ ഇനി നോക്കാം, x കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. പ്ലസ് 2 എഴുതി ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 70. ഇനി എടാ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് 2 ഇല്ലേ? ആ 2ന് എന്ത് ചെയ്യാം? നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, 2x 2 കോമൺ ആയിട്ട് 2 പുറത്തെടുക്കുമ്പോൾ ബാക്കി 2x 2 പുറത്തെടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ? x ഉള്ളൂ. ബാക്കി അത് കഴിഞ്ഞൊരു പ്ലസ് ഉണ്ട്. ഇനി 2ൽ നിന്ന് 2 പുറത്തെടുക്കുന്നു. അപ്പോൾ എത്ര ആണ് ബാക്കി? 0 ആണോ? പലരും തെറ്റിച്ച് എഴുതാറുണ്ട്. ശ്രദ്ധിക്കുക എന്താണ്? എടാ 2ൽ നിന്ന് 2 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ള നമ്പർ എത്രയാണ്?
1 ആണ്. കാരണം 1 into 2 ആണ് 2 അല്ലെ. നമ്മൾ പുറത്തെടുക്കുമ്പോൾ എപ്പോഴും മൾട്ടിപ്പിൾസ് ആരെ പുറത്തെടുക്കാറുള്ളൂ. അപ്പോൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ളത് എന്താണ്? 1 ആണ്. ഈ ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ്? 70. ഓക്കെ, എടാ ഇവിടുത്തെ 2ഉം ഈ ഒരു 2 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി x plus 1 ഈസ് ഈക്വൽ ടു 70. അങ്ങനെ x ഈസ് ഈക്വൽ ടു എന്താണ്? 17 എഴുതി. ഈ പ്ലസ് 1 അപ്പോൾ തൂമ്പ് എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. അതായത് 70 - 1 69 ആയിരിക്കും അവിടുത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? 69. ഓക്കെ, therefore x is the value of x is എത്രയാണ്? 69. 69 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 1 അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? കൂടുതൽ കണ്ടെത്തി ചെയ്ത് നോക്കുക. എടാ അടുത്ത ടൈപ്പ് 2 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതെന്തായിരിക്കും? 2 ടേബിളിലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതായത് 2 ടേബിൾസിലും കുറച്ച് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ദ ഫോളോയിങ് ഷോസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് 26 ഫാമിലീസ് അക്കോർഡിംഗ് ടു ദ മന്ത്ലി ഏർണിംഗ്സ്. ഫൈൻഡ് ദ മീഡിയൻ മന്ത്ലി ഏർണിംഗ്സ്. ഓക്കെ, അതായത് 26 കുടുംബങ്ങളിലെ എന്താണ് ഒരു മാസത്തെ വരുമാനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു മാസത്തെ വരുമാനമാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ മന്ത്ലി ഏർണിംഗ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ശരാശരി ഈ മന്ത്ലി ഏർണിംഗ്സിന്റെ എന്ത് കണ്ടുപിടിക്കുക? മീഡിയൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾസ് നന്നായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 2 ടേബിൾ തന്നിട്ടുണ്ട്. 2 ടേബിളിലും ഇതുപോലെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് എങ്കിൽ നമ്പേഴ്സ് നോക്കുക. 2 കോളത്തിൽ ഓരോ നമ്പേഴ്സ് വെച്ചായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തിരിച്ചറിയത് എന്താണ്? ടൈപ്പ് 2 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2ാമത്തെ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ടേബിൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന പോലെ ടേബിൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വീണ്ടും മന്ത്ലി ഏർണിങ്സ് അതുപോലെ നമ്പർ ഓഫ് ഫാമിലീസ് അതുപോലെ എന്ത് ചെയ്യാണ്? എഴുതുകയാണ്. ഓക്കെ, ഇനി ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടുത്തെ 5,000 6,000 7,000 8,000 9,000 10,000 ഇത്ര എഴുതിയപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വേർഡും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അഡീഷണൽ വേർഡും കൂടെ ചേർക്കുകയാണ്. നമ്മൾ എന്ത് ചേർക്കുന്നു? ഇവിടെ ഒരു അപ് ടു ചേർക്കുന്നു. ഓക്കെ, എന്താണ് അപ് ടു? ഓക്കെ, അപ് ടു എല്ലാ കോളത്തിലും ഒരു അപ് ടു എന്ന വേർഡും കൂടെ എന്ത് ചെയ്യാണ്? കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഒരു നമ്പർ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ് ടു എന്നൊരു ടേം ഒരു ചെറിയൊരു വേർഡും കൂടെ എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പോൾ എന്തായി? അപ് ടു 5,000 up to 6,000 up to 7,000 up to 8,000 up to 9,000 and up to 10,000. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ 5,000 അതായത് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള നമ്പർ അതുപോലെ എന്ത് ചെയ്യുക? എഴുതുക. വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ നമ്പർ എന്താണ്? അത് 5,000 രൂപ വരെ കിട്ടുന്ന എത്ര കുടുംബങ്ങളുണ്ട്? 6 കുടുംബങ്ങളുണ്ട്. ഇനി അടുത്ത് ചോദിക്കുന്നത് എന്താണ്? 6,000 രൂപ കിട്ടുന്ന 7 കുടുംബങ്ങളുണ്ട്. ഇവിടെ എന്താണ്? അപ് ടു 6,000 അതായത് 6,000 രൂപ വരെ കിട്ടുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഏതൊക്കെ വരും? 5,000 വരും, 6,000 വരും. അപ്പോൾ എന്ത് ചെയ്യുക? 6ഉം 7ഉം കൂടെ കൂട്ടുക. അപ്പോൾ 6ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ എന്താണ്ടാ? അപ് ടു 7,000 അതായത് 7,000 വരെ കിട്ടുന്ന കുടുംബങ്ങൾ. അപ്പോൾ ഏതൊക്കെ വരും? 5,000 6,000 7,000 ഈ 3 കാറ്റഗറിയും വരും. ഓക്കെ, അതായത് 6ഉം 7ഉം 4ഉം കൂടെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അതായത് ഈ 13നോടൊപ്പം ഈ 4ഉം കൂടെ കൂട്ടിയാൽ 13ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര ഇട്ടൂടാ? 17 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്? അപ് ടു 8,000 അപ്പോൾ എന്താണ്? 8,000 വരെ കിട്ടുന്ന. അപ്പോൾ ഏത് വരും? 5,000 മുതൽ 8,000 വരെ കിട്ടുന്ന എല്ലാ ആൾക്കാരും വരും. അപ്പോൾ ഈ 17നോടൊപ്പം ഈ 8,000 വരുന്ന 4 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 21 ആണ്. അത് കഴിഞ്ഞ് പറയുന്നത് അപ് ടു 9,000 9,000 രൂപ വരെ. ഓക്കെ, 9,000 രൂപ വരെ കിട്ടുന്ന 3 കുടുംബങ്ങൾ മാത്രമല്ല, 9,000 രൂപ കിട്ടുന്ന 3 കുടുംബങ്ങളുണ്ട്. 9,000 വരെ കിട്ടുന്ന ഏതാണ്? ഇത് മുതൽ ഈ 3 വരെ 6 മുതൽ 3 വരെയുള്ള എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 21നോടൊപ്പം എന്നും കൂടെ കൂട്ടിയാൽ മതിയാവും, 3യും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 24 ആണ്. അപ് ടു 10,000 10,000 കിട്ടുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. പക്ഷെ 10,000 വരെ കിട്ടുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ
ഈ 2 എന്ത് ചെയ്യുക 24 ആഡ് ചെയ്യുക 26 എന്ന് കിട്ടും. അപ്പോൾ ആകെ 26 കുടുംബങ്ങളെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ സം ഇപ്പോൾ കറക്റ്റ് ആയിട്ട് എന്തായിട്ടുണ്ട് 26 ആയിട്ടുണ്ട്. എടാ ഈ ലാസ്റ്റ് വരുന്ന നമ്പർ നോക്കുക. എന്താണ് സമ്മ് കിട്ടിയ നമ്പർ എത്രയാണ്? സമ്മ് കിട്ടിയ നമ്പർ എന്താണ്? ഇവിടെ 2 കണ്ടീഷനാണ്. സമ്മ് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ സമ്മ് ഒരു ഓഡ് നമ്പർ ആണ് എങ്കിൽ, സമ്മ് ഇവിടെ എന്താണ് ഓഡ് നമ്പർ ആണ് എങ്കിൽ എന്ത് ചെയ്യുക, അവിടെ n+1/2 എന്ന ഫോമുല യൂസ് ചെയ്യുക. ഓക്കെ, n+1/2 എന്ന ഫോമുല എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. അതായത് നിലവിൽ ഇപ്പോൾ 26 പകരം 27 ആണ് വന്നിരുന്നത് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കിട്ടിയ സം എന്താണ്? സം ഇപ്പോൾ ഒരു 27 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 27 + 1 എത്രയാണ് 28. അതിനെന്ത് ചെയ്യുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 28/2 എന്ന് എന്ത് ചെയ്യും എടുക്കും. എത്ര കിട്ടും 14 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അതുപോലെ സം എന്താണ്? ഒരു ഓടല്ലോ ഈവൺ ആണ്. സം എന്താണ്? ഒരു ഈവൺ ആണ്. ഓക്കെ, എടാ ഈവൺ ആണ് സമ്മെങ്കിൽ വേറെ ഒന്നുമല്ല, കിട്ടുന്ന നമ്പർ ഏതാണോ അതിനെന്ത് ചെയ്യുക 2 കൊണ്ട് ഭാഗിക്കുക. n/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ നമ്പർ എത്രയാണ് 26 ആണ്. ഒരു ഈവൺ ആണല്ലോ, അപ്പോൾ എന്ത് ചെയ്താൽ മതി 26/2. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 13 ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ മീഡിയൻ ഈസ് ഈക്വൽ ടു എന്താണ് 26/2. ഈവൺ നമ്പർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത് 26 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 13 എന്ന് കിട്ടും. ഈ 13 ആണോ അവിടുത്തെ ശരിക്കുള്ള മീഡിയൻ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ഈ കിട്ടുന്ന വാല്യൂ ഈ 13 ആയാലും 14 ആയാലും നമ്മൾ ഓടായാലും ഈവൺ ആയാലും കിട്ടുന്ന എന്താണ് അവിടുത്തെ പൊസിഷൻ മാത്രമാണ്. ഓക്കെ, അവിടുത്തെ എന്താണ് പൊസിഷൻ 14th പൊസിഷൻ ആണ്. പൊസിഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെന്താണ് 30th പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എടാ 13ാമത്തെ പൊസിഷൻ നോക്കാം. ഇവിടെ 13ാമത്തെ പൊസിഷൻ ഏതാണ്? 6 13 13ാമത്തെ പൊസിഷൻ 13ാമത്തെ ഫാമിലി ഇവിടെ ഏതാണ്ടാ അപ് ടു 6000 അല്ലേ? അപ്പോൾ ആ 13ന് നേർക്കുള്ള വാല്യൂ എത്രയാണോ അതാണ് എന്ത് ചെയ്യേണ്ടത് എടുത്തെഴുതേണ്ടത്. 13 നേർക്കുള്ള വാല്യൂ എത്രയാണ് 6000 6000. ഓക്കെ, അപ്പോൾ 6000 രൂപയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ മന്ത്ലി ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മീഡിയൻ മന്ത്ലി ഏണിങ്സ് ഈക്വൽ ടു എന്താണ് 6000 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇനി അല്ലാസ് നമുക്ക് എന്തെടുക്കാം ലാസ്റ്റ് ടൈപ്പ് 3 നമുക്ക് നോക്കാം. എടാ ടൈപ്പ് 3യിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും ടൈപ്പ് 3 എന്ത് തന്നെ ആയിരിക്കും ഇതുപോലൊരു ടേബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതുപോലൊരു ടേബിളിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഹൈറ്റ് എന്നും ഇവിടെ എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, എക്സാമ്പിൾ ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് 2 കോളം വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ആദ്യം ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ടും എത്ര മുതൽ ഒരു 100 മുതൽ 110 വരെ, 110 മുതൽ 120 വരെ, 120 മുതൽ 130 വരെ, ഇങ്ങനെ ക്ലാസ് വൈസ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത് ഡാറ്റ തന്നിട്ടുള്ളത്. ഇവിടെ അതിന് കൃത്യമായിട്ട് നമ്പർ, അതായത് 1 3 4 അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും കുട്ടികളുടെ എണ്ണം, ആ ക്ലാസ്സിൽ വരുന്ന ഉൾപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആണ് എടാ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ടേബിൾ തന്നാൽ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മീഡിയൻ കണ്ടുപിടിക്കണം. ചോദ്യം എന്തായിരിക്കും മീഡിയൻ കണ്ടുപിടിക്കാനായിരിക്കും. എടാ വേറെ ഒന്നുമല്ല, ഇതുപോലെ ടേബിൾ എന്ത് ചെയ്യുക വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. അതായത് വീണ്ടും നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ, ടേബിൾ വരച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഹൈറ്റ് അല്ലേ, ഹൈറ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഈ ആദ്യം ഫസ്റ്റിലുള്ള എല്ലാ ടേംസിനും നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും. നമ്മൾ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ഈ ക്ലാസ് വൈസ് തന്നിട്ടുള്ള ആദ്യത്തുള്ള എല്ലാ ടേംസിനും നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ ടൈപ്പ് 2ൽ ചേർത്ത വേർഡ് ഏതാണ് അപ് ടു എന്നല്ലേ, അതായത് ഇത്ര വരെ എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ചേർക്കുന്നത് ബിലോ എന്ന വേർഡാണ്. ഓക്കെ, ബിലോ 110, അതുപോലെ ബിലോ എന്താണ് 120, ബിലോ 130 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ചേർക്കും. ഓക്കെ, ക്ലാസ് വൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇത്ര മുതൽ ഇത്ര വരെ എന്ന് ആദ്യത്തെ ആ ഒരു ടേമിൽ വന്ന നമ്പേഴ്സിനെല്ലാം മാറ്റി നമ്മൾ പകരം ചേർക്കുന്ന വേർഡ് ഏതാണ് ബിലോ എന്നാണ്. ടൈപ്പ് 2ലാണെങ്കിലോ ആകെ ഒരു നമ്പറേ ഉണ്ടാവും, അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു വേർഡും കൂടെ ചേർക്കും അപ് ടു. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എടാ രണ്ടാമത്തെ കോളം വരുമ്പോൾ നമ്മൾ ടൈപ്പ് 2ൽ ചെയ്ത സെയിം മെത്തേഡാണ്. അതായത് നമ്പേഴ്സ് പരസ്പരം എന്ത് ചെയ്യുന്നു ആഡ് ചെയ്തിരുന്നു. ആദ്യത്തെ നമ്പറിൽ മാറ്റമില്ല, 1 അതുപോലെ. രണ്ടാമത്തെ നമ്പർ വരുമ്പോഴോ ഇവിടുത്തെ 1 പ്ലസ് എന്താണ് അടുത്ത 3, 1 + 3 എത്രയായിരിക്കും 4 ആയിരിക്കും. ഇനി അടുത്ത എന്താണ് ഈ 3ഉം 1ഉം 4ഉം കൂടെ എന്ത് ചെയ്യും ആഡ് ചെയ്യും. അതായത് 4നോടൊപ്പം അടുത്ത 4 ആഡ് ചെയ്യുന്നു. എത്ര കിട്ടും 8 എന്ന് കിട്ടും. ഓക്കെ, എക്സെട്ര. ഇതുപോലെ തൊട്ടടുത്ത നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് എന്ത് ചെയ്യാണ് വരികയാണ്. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടും, അവസാനം ഒരു നമ്പർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ഒരു നമ്പർ കിട്ടും. അതാണ് ഇവിടുത്തെ ആകെ സം എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പറിന്റെ
ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു നമ്പർ കിട്ടും. ഓക്കെ എടാ ഈ സം നമ്മൾ അവിടെ പറഞ്ഞ സെയിം കണ്ടീഷൻ ആണ്. ഇവിടുത്തെ സം എന്തൊക്കെ ആവാം, ഒന്നുകിൽ ഓഡ് ആവാം അല്ലെങ്കിൽ എന്താവാം, ഈവൺ ആവാം. ഓക്കെ അപ്പോൾ ഓഡ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെയും ചെയ്യേണ്ട എന്താണ്, തൊട്ടടുത്ത സംഖ്യ അതായത് n+1 എടുക്കുക ഡിവൈഡ് ബൈ 2. അതായത് 27 സമ്മ് കിട്ടിയാൽ എന്തെടുക്കുക, 27 + 1 28 എന്ന് കിട്ടും. അതിന്റെ പകുതി എത്രയാണ്, 14 അപ്പൊ 14ാമത്തെ പൊസിഷനാണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ എടാ ഇവിടെ എന്തെടുക്കും, ഈവൺ ആണ് കിട്ടുന്നത്. ഓക്കെ കിട്ടുന്നത് എന്താണ്, ഒരു ഈവൺ ആണ് എങ്കിൽ അപ്പോൾ കിട്ടുന്ന നമ്പർ n ആയിരിക്കും. അപ്പൊ n/2 എന്തായിരിക്കും, 26 ആണ് കിട്ടിയെങ്കിൽ 26/2 13 13ാമത്തെ പൊസിഷൻ ആയിരിക്കും അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ ഇവിടെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പിടിക്കും, മീഡിയന്റെ പൊസിഷൻ. ഓക്കെ മീഡിയന്റെ എന്ത് പിടിക്കും, പൊസിഷൻ. അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്, ഈ സം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ മീഡിയന്റെ പൊസിഷൻ കണ്ടുപിടിക്കും. രണ്ടാമത് ചെയ്യുന്നത് സ്റ്റെപ്പ് 2. ഓക്കെ സ്റ്റെപ്പ് 2 ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇവിടത്തെ എന്താണ്, ഡി കണ്ടുപിടിക്കും. ഓക്കെ അതായത് ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ, ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ ഉള്ള അവിടുത്തെ ഡിഫറൻസ്, അതായത് നമ്പർ എത്രത്തോളം മാറുന്നുണ്ട്, ഒരു ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ എത്ര നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ അവിടുത്തെ ഈച്ച് പാർട്ട് ഡിഫറൻസിന്റെ എന്താണ്, ഡിഫറൻസ് ഇന്നെന്താണ്, ഈച്ച് പാർട്ട്. ഓരോ നമ്പർ മാറുമ്പോഴുള്ള അവിടുത്തെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ ക്ലിയർ ആണോ, അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞു തരാം. അടുത്ത് ചെയ്യുന്നത് എന്താണ്, സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ടേം ആണ്. ഓക്കെ അടുത്ത് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ടേം ആണ്. തൊട്ടടുത്ത ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് കൊടുക്കും, ആക്യുറേറ്റ് മീഡിയൻ. നമുക്ക് മീഡിയൻ ഏതാണോ പൊസിഷൻ കിട്ടിയത്, ഇപ്പൊ മീഡിയൻ 14 എന്നൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് 14ാമത്തെ പൊസിഷനിൽ വരുന്ന കറക്റ്റ് വാല്യൂ ഏത് അതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ ടൈപ്പ് 3 വരുമ്പോൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന കോളം എന്താണോ അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റി വരയ്ക്കുന്നു. എന്നിട്ട് ആദ്യ ടേംസ് എല്ലാം ഒഴിവാക്കിയിട്ട് ബിലോ എന്ന ടേം ചേർക്കുകയാണ്. എന്നിട്ട് അടുത്ത കോളം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതി പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഇവിടെ നമുക്ക് 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, മീഡിയന്റെ ആക്യുറേറ്റ് വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ അല്ല, മീഡിയന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീഡിയന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ഈച്ച് പാർട്ട്, ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ, അതായത് ഒരു പൊസിഷന്റെ അടുത്ത പൊസിഷനിലേക്ക് വരുമ്പോൾ എത്ര നമ്പർ ആണ് ആഡ് ചെയ്ത് വരുന്നത്, അതാണ് ഡിഫറൻസ് ഇൻ ഈച്ച് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. മൂന്നാം സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ടേം, അതായത് തൊട്ടടുത്ത ടേം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നാലാമത്തെ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ആക്യുറേറ്റ് മീഡിയൻ എത്ര എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചോദ്യം. ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദർ ഹൈറ്റ്സ്. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് കോളം ഹൈറ്റ് ആണ്, സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് രണ്ടാമത് തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ 120 മുതൽ 130 വരെ സെന്റിമീറ്റർ ഉയരമുള്ള 2 കുട്ടികളും 130 മുതൽ 140 വരെ ഉയരമുള്ള 12 കുട്ടികളുണ്ട്. അതുപോലെ 140 to 150 20 കുട്ടികൾ, 150 to 160 9 കുട്ടികൾ, 160 to 170 4 കുട്ടികൾ. ഇങ്ങനെയാണ് തന്നിട്ടുള്ള ഡാറ്റ. ഓക്കെ ഇനി അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ദ ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് അറ്റ് വാട്ട് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ. ഓക്കെ എടാ ഇതിൽ ഏത് കുട്ടിയുടെ പൊസിഷനാണ് നമ്മൾ മീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ ഇതിൽ ഏത് കുട്ടിയുടെ പൊസിഷനാണ്, എത്രാമത്തെ കുട്ടിയുടെ പൊസിഷനാണ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ മീഡിയൻ കറക്റ്റ് മീഡിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ടു ദി ചൈൽഡ് അറ്റ് 15th പൊസിഷൻ. ഓക്കെ എടാ 15ാമത്തെ പൊസിഷനിൽ നമ്മൾ എടുക്കുന്ന അസ്യൂംഡ് ഹൈറ്റ് എത്രയാണ്? ഓക്കെ അസ്യൂംഡ് ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് സി ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. അങ്ങനെയെങ്കിൽ 15ാമത്തെ പൊസിഷനിലുള്ള 15ാമത്തെ ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്, മീഡിയനിൽ വരുന്ന ഉയരം എത്രയെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം. എടാ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്, ടേബിൾ മാറ്റി വരയ്ക്കുക. ഓക്കെ അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നേന്ന് പുതിയ ടേബിൾ വരയ്ക്കുക. ഞാനിവിടെ ഇതിനെ തന്നെ ജസ്റ്റ് ഒന്ന് മാച്ചിട്ട് എഴുതുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ വെട്ടിയിടാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പുതിയൊരു ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഉള്ള ഫസ്റ്റ് ടേമിനെല്ലാം അങ്ങ് മാറ്റും. ഓക്കെ അതായത് നമുക്ക്
കണ്ടീഷൻസ് ആയിട്ട്, അതായത് ഇത്ര മുതൽ ക്ലാസ് വൈസ് തന്നിട്ടുണ്ടായിരുന്നതിൽ ആദ്യത്തെ നമ്പർ എല്ലാം മാച്ചു. പകരം ഇനി എന്ത് ചേർക്കണം? അപ് ടു ചേർക്കോ ബിലോ ചേർക്കോ? ഓർക്കുക, അപ് ടു സെക്കൻഡ് കേസിലാണ്, ഇവിടെ ക്ലാസ് വൈസ് ആണല്ലോ, അപ്പൊ ചേർക്കേണ്ട ടേം ഏതാണ്? ബിലോ ആണ്. ഓക്കെ, അപ്പൊ ബിലോ എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? ബിലോ എന്ന ടേം ഞാൻ ചേർക്കുകയാണ്. ഓക്കെ, ബിലോ ഓക്കെ, എല്ലായിടത്തും ബിലോ എന്ന ടേം ചേർക്കും. ഇനി അടുത്ത് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കോളത്തിൽ വരുത്തുന്ന മാറ്റം എന്താണ്? ഇവിടെ ഒന്നാമത്തെ കോളത്തിലുള്ള നമ്പറിന് മാറ്റമില്ല, കാരണം 2 അതുപോലെ തന്നെ ഇരുന്നു. രണ്ടാമത്തെ കോളത്തിൽ വരുമ്പോൾ ഈ 12 + 2 എത്രയാവൂടാ? ഈ 2ഉം കൂടെ കൂട്ടുമ്പോൾ 14 ആയിട്ട് മാറും. ഓക്കെ, എത്രയാണ്? 14 ആയിട്ട് മാറും. ഇനി അടുത്ത മൂന്നാമത്തെ കോളം വരുമ്പോൾ നിലവിൽ ഇത് രണ്ടിന്റെ സമ്മായ 14 കൂടെ എന്ത് ഇതിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ 20 + 14 എത്രയാണ്? 34 എന്നാണ്. ഇനി അടുത്ത കോളത്തിൽ വരുമ്പോൾ എന്താണ്? ഈ 34 കൂടെ എന്ത് ചെയ്യും? ഈ 9നോടൊപ്പം ചേരും. അപ്പൊ 34 + 9 എത്രയാണ്? 34 + 9 എത്രയാണ്ടാ? 43 എന്നാണ്. ഓക്കെ, പ്ലസ് ഇനി അടുത്ത് ഈ 4നോടൊപ്പം എന്ത് ചെയ്യും? ഈ 43 കൂട്ടും, അപ്പോൾ 47 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അവസാനം കിട്ടിയ നമ്പർ ഏതാണ്? 47 അല്ലേ? അപ്പൊ നമ്മുടെ സം എത്രയാണ്? 47. സം 47 ആണ്. അപ്പൊ നമുക്ക് എ പാർട്ട് ഒരു സൈഡിൽ ചെയ്ത് വരാം. നമുക്ക് കിട്ടിയ സം is equal to 47 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീഡിയൻ അല്ലേ? മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ സം ഇപ്പൊ കിട്ടിയ 47 ആണ്, അതൊരു ഓഡാണ്. ഓഡാണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അതിന് ഈവൺ ആക്കണം, അതായത് അതിനോടൊപ്പം 1 കൂട്ടുക. അതായത് 47 + 1 ÷ 2, അതായത് n + 1/2. അപ്പൊ 47 + 1 എത്രയാണ്? 48 ആണ്. അപ്പൊ 48ന്റെ പകുതി എത്രയാണ്? 24. അപ്പൊ 24th പൊസിഷൻ. ഓക്കെ, 24th എന്താണ്? പൊസിഷൻ. 24ാമത്തെ പൊസിഷൻ, 24th പൊസിഷൻ ആണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ്? എത്രാമത്തെ പൊസിഷൻ ആണ്? 24ാമത്തെ പൊസിഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദിക്കുന്നത് വാട്ട് ഈസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് അറ്റ് 15th പൊസിഷൻ? 15ാമത്തെ പൊസിഷനിലുള്ള കുട്ടിയുടെ അസ്യൂംഡ് ഹൈറ്റ് എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയ പൊസിഷൻ ആദ്യം വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക. കിട്ടിയ പൊസിഷൻ എത്രയാണ്? 24 അല്ലേ? എടാ 24 എവിടെ വരും? നമ്മുടെ ഈ 14നും 34നും ഇടയിലല്ലേ വരുള്ളൂ. നമ്മുടെ ഈ കോളം നോക്ക്, 14നും 34നും ഇടയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ 24 എന്ന് പറയുന്ന ടേം വരുന്നത്. ഓക്കെ, 24 എന്ന ടേം വരുന്നത് എവിടെയാണ്? 14നും 34നും ഇടയിലാണ്. ഓക്കെ, എടാ ചോദിച്ചത് എന്താണ്? 15ാമത്തെ പറയുമ്പോൾ എന്താണ്? ഈ 14ന് തൊട്ടടുത്ത ടേം അല്ലേ? അപ്പൊ നെക്സ്റ്റ് ടേം നമ്മൾ പറഞ്ഞ എന്താണ്? സ്റ്റെപ്പ് പറഞ്ഞപ്പോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 പറഞ്ഞപ്പോ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. സ്റ്റെപ്പ് 2 വന്നപ്പോഴോ അടുത്ത നെക്സ്റ്റ് എന്താണ്? അടുത്ത ഡി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് ഡി എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ എത്ര നമ്പർ കൂടുമെന്ന ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് 3 ആണെന്ന് പറയുന്നത് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്, അടുത്ത ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് ചോദിക്കുന്നത് എന്താണ്? അടുത്ത ടേം, അതായത് 14 കഴിഞ്ഞ് 15ാമത്തെ ടേം കണ്ടുപിടിക്കുന്ന പറയുമ്പോൾ എന്താണ്? തേർഡ് സ്റ്റെപ്പാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ? സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് ബി പാർട്ട് ചെയ്യാം. ആദ്യം എന്താണ്? ബി, ഈച്ച് പാർട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഈച്ച് പാർട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് പാർട്ട്, ഓരോ പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയ ക്ലാസ് ഏതൊക്കെയാണ്? 14 34 ഇടയിൽ 24ാമത്തെ പൊസിഷൻ കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇവയുടെ ക്ലാസ് ഏതൊക്കെയാണ്? 150ഉം 140ഉം ആണ്. 150ഉം 140ഉം. അപ്പൊ ഈ ക്ലാസ് ഡിഫറൻസ് എടുക്കുക. ഓക്കെ, എന്താണ് ക്ലാസ് ഡിഫറൻസ്? ഈ ക്ലാസ് ഡിഫറൻസിനെ എന്ത് ചെയ്യുക? ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് ഉണ്ട്, എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് ഉണ്ട്, മൈനസ് ചെയ്യുക. ഇവിടെ പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെയാണ്? 34ഉം 14ഉം ആണ്. ക്ലാസ് ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് ഉണ്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എടാ നോക്കാം, ഇവിടുത്തെ ക്ലാസ് ഡിഫറൻസ് പറയുമ്പോൾ 150 - 140, 150 - 140 ഡിവൈഡ് ബൈ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 34 - 14, 34 - 14 എന്നാണ്. ഓക്കെ, ഇവിടെ 150 140 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി 34 14 കുറച്ചാലോ? 20. ഓക്കെ, 34 14 കുറച്ചാൽ 20. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്ത് കിട്ടും? 1/2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈച്ച് പാർട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഹാഫ് ആണ്. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക് പോകുമ്പോൾ അവിടെ അര വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഒരു സംഖ്യ അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഹാഫ് വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ചോദിക്കുന്നത് എന്താണ്? നമുക്ക് 15ാമത്തെ പൊസിഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്? 15ാമത്തെ പൊസിഷനാണ് ചോദിക്കുന്നതെങ്കിൽ 15ാമത്തെ പൊസിഷൻ 15th പൊസിഷൻ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. 15th പൊസിഷൻ, ഹൈറ്റ് അറ്റ് 15th പൊസിഷൻ, ഹൈറ്റ് അറ്റ് 15th പൊസിഷൻ. ഓക്കെ, 15th പൊസിഷനിലുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടാ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പുള്ള സംഖ്യ അറിയാം. എത്രയാണ്? 14.
ഈ ബിലോ 140 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 14 വരെയുള്ള കുട്ടികൾ എത്രയാണ്, 140 താഴെയാണ് അവരുടെ, അല്ലെങ്കിൽ 140 താഴെയാണോ എന്തെന്ന് പറയുന്നത് അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 14ാമത്തെ ആളിന്റെ ഹൈറ്റ് എത്രയാണ് നമുക്ക് അസ്യൂം ചെയ്യാം, 140 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? 14ാമത്തെ ആളിന്റെ ഹൈറ്റ് എത്രയാണ്, 140 ആണ്. ഓക്കെ, നമ്മൾ അസംഷൻ ആണ്, ഉറപ്പല്ല. 140 താഴെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 139 ആവാം, 138 ആവാം, 137 ഏതാവാം. നമ്മളപ്പോ എന്ത് ചെയ്യുന്നു, അസംഷൻ 14ാമത്തെ ആളിന്റെ എത്രയും അസ്യൂം ചെയ്യുന്നു, 140 അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എടാ 14ാമത്തെ ആള് 140 ആണ് എങ്കിൽ 15ാമത്തെ ആൾ എന്തായിരിക്കും, തൊട്ടടുത്ത് ഒരാൾ കൂടൂലേ, അതായത് ഒരു നമ്പർ കൂടെയല്ലേ, 14 കഴിഞ്ഞിട്ട് അതിനോടൊപ്പം എന്ത് കൂടെയാണ്, 1 കൂടുകയാണ്. ഒരു നമ്പർ കൂടുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പൊ ഒരു നമ്പർ കൂടുന്നു എന്ന് പറയുമ്പോൾ എത്ര വെച്ച് കൂടും, ഹാഫ് കൂടും. ഓക്കെ, അപ്പൊ 140 അര കൂടിയാൽ എന്ത് കിട്ടും, 140.5 എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്, 140.5. ഓക്കെ, എന്താണ് 15ാമത്തെ ആളുടെ അസ്യൂംഡ് വാല്യൂ ആണ്. ഓക്കെ, 14ാമത്തെ ആൾ 140 ആണെങ്കിൽ 15ാമത്തെ ആൾ എത്രയായിരിക്കും, അതിന്റെ കൂടെ അര കൂട്ടും, അപ്പൊ 140.5 ആയിരിക്കും. ഇനി അതിന്റെ എന്തെടുക്കുക, ഡിവൈഡ് ബൈ 2, അതിന്റെ ഹാഫ്, അതിന്റെ ആവറേജ് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എടാ 140 കൂടെ കൂട്ടുന്നു, എത്ര കിട്ടും, 280.5 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 140.25 ആയിരിക്കും കിട്ടുന്ന ആൻസർ. ഓക്കെ, എന്താണ് 140.25, അതായത് കിട്ടുന്ന എന്തായിരിക്കും, ഇത് രണ്ടിന്റെ നടുക്കുള്ള വാല്യൂ 140.25 ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ 50th പൊസിഷന്റെ അസ്യൂംഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തിനാണ് നമ്മൾ 140.5 എടുത്തത് നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 15ാമത്തെ ആൾ നമ്മളിപ്പോൾ 140.5 എടുത്തു. അപ്പൊ 140.5 എഴുതിയാൽ പോരെ എന്ന് ഡൗട്ട് ഉള്ളവർ മനസ്സിലാക്കുക. എടാ 14ാമത്തെ ആളിന്റെ 140 ആണ്, നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ബിലോ 140 എന്നാണ് പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നു 14ാമത്തെ 140. അപ്പോൾ 14ാമത്തെ 140 എടുത്തു കഴിഞ്ഞാൽ 15 എന്തായിരിക്കും, 140.5 ആയിരിക്കും. കാരണം ഹാഫ്, ഒരു നമ്പർ മാറുമ്പോൾ എത്ര കൂടുന്നുണ്ട്, ഹാഫ് കൂടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 140.5 എന്ന് എടുത്തു. ഓക്കെ, ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, 0.5 ആണ്, അറിയാമല്ലോ. അതുകൊണ്ടാണ് 140.5 0.5 കൂടെ ആഡ് ചെയ്ത് 140.5 എന്ന് എടുത്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ എന്ത് ചെയ്യുന്നു, ആവറേജ് എടുക്കുന്നു. അപ്പൊ ഇതിന്റെ ശരാശരി എടുക്കുന്നു, 140.5 പ്ലസ് 140 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 140.25 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഹൈറ്റ് അറ്റ് 15th പൊസിഷൻ ബി പാർട്ട് ആയല്ലോ, ബി പാർട്ടും ആയിട്ടുണ്ട്, എയും ബിയും ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചോദിക്കുന്നത് മീഡിയൻ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് 4 എന്താണ്, ആക്യുറേറ്റ് മീഡിയൻ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സി പാർട്ട് എന്താണ്, മീഡിയൻ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇവിടെ ആ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് 15ാമത്തെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് എന്താണ്, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ അസ്യൂംഡ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ശരിക്കും വേണ്ട എത്രാമത്തെ പൊസിഷൻ ആണ്, മീഡിയൻ ഈസ് ഈക്വൽ ടു 24th പൊസിഷൻ ആണ്. ഓക്കെ, മീഡിയൻ ഈസ് ഈക്വൽ ടു എന്താണ്, 24th പൊസിഷൻ ആണ്. ഓക്കെ, 24th പൊസിഷൻ. നിലവിൽ നമുക്കിപ്പോൾ എന്തറിയാം, 15ാമത്തെ പൊസിഷൻ അറിഞ്ഞൂടെ, 15ാമത്തെ പൊസിഷൻ അറിയാം, 15th പൊസിഷൻ അറിയാം. ഓക്കെ, പ്ലസ് എടാ 15നോടൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്, 15നോടൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് 24 കിട്ടുന്നത്, ഒന്ന് നോക്കിയേ, 15 പ്ലസ് 9 ആണ്. ഓക്കെ, അപ്പോൾ 9 കൂട്ടുമ്പോഴാണ് 15ാമത്തെ പൊസിഷനോടൊപ്പം 9 കൂട്ടുമ്പോഴാണ്, 9 ടേം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 24ാമത്തെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 9 ടേം ആഡ് ചെയ്യുന്നു, ഓരോ ടേമിലും 0.5 വെച്ച് കൂടുകയാണ്. അപ്പോൾ 9 ടേം ആവുമ്പോൾ എന്ത് ചെയ്യൂടാ, 9 × 0.5, 9 × എന്താണ് 0.5. ഓക്കെ, 9 × 0.5 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0.5 പകരം 1/2 എന്ന ഫ്രാക്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, എടാ അതായത് 15ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 140.25 ആണ്. പ്ലസ് 9ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്ടാ, 4.5. ഓക്കെ, ഇതിനോടൊപ്പം എന്ത് ചെയ്യുക, 4.5 കൂടെ കൂട്ടുക. അപ്പോൾ ആൻസർ എന്ത് വരും, 140.25 പ്ലസ് എടാ ഡെസിമൽ സംഖ്യ വരുമ്പോൾ കൂട്ടുമ്പോൾ അറിയാമല്ലോ, പോയിന്റ് എല്ലാം എന്ത് ചെയ്യണം, ഒരേ ലെവലിൽ വരണം. അപ്പോൾ അങ്ങനെ വേണം അറേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ 4.5 ഇങ്ങനെ എഴുതും. പ്ലേസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അവസാനം വേണമെങ്കിൽ 0 കൊടുക്കാം. 5ഉം 0ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 2ഉം 5ഉം കൂടെ 7 ആണ്. പോയിന്റ് അതുപോലെ എഴുതി 441. അപ്പോൾ എത്ര കിട്ടി, 144.75. ഓക്കെ, എത്രയാണ്, 144.75 ആയിരിക്കും ഇവിടെ 24ാമത്തെ കുട്ടി, അതായത് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈറ്റ് ആണ് ചോദിക്കുന്നത്, മീഡിയൻ ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, മീഡിയൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 144.75 സെന്റിമീറ്റർ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ, മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടൈപ്പ് 3 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടേ പോകാവൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള PQ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പാഠത്തിന് ഷുവർ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ടൈപ്പ് 1 ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
അത് കഴിഞ്ഞ് ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് 3 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരാറ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഏതാണ്? ടൈപ്പ് 3 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പക്ഷേ നമുക്ക് ടൈപ്പ് 2 ആവാൻ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ മൂന്നും ഒരേ പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങളുടെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ചോദിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്